ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. എന്തുകൊണ്ടാണ് ഇത്രയും കാലം സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൗനം പാലിച്ചതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ പൊതുവേദികൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് AG അറിയിച്ചതിനെ തുടർന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വളരെ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ മൗനം പാലിച്ചതെന്ന് ചോദിച്ച കോടതി ഈ നിഷ്ക്രിയത്വം നീതീകരിക്കാനാവുന്നതാണോ എന്നും ആരാഞ്ഞു. എന്നാൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന നിർദ്ദേശമുണ്ടായതിനാലാണ് നടപടിയെടുക്കാത്തതെന്ന് AG അറിയിച്ചു. എന്നാൽ സർക്കാരിന്റെ നിഷ്ക്രിയത്വം അത്ഭുതപ്പെടുത്തിയെന്ന് കോടതി പറഞ്ഞു. 2021 ഫെബ്രുവരിയിൽ DGPക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചപ്പോൾ തന്നെ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ മുദ്രവെച്ച കവറിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയത്. ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാരും CS സുധയും ഉൾപ്പെട്ട 2-അംഗ ഡിവിഷൻ ബെഞ്ചാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിശോധിക്കുന്നത്. 4.5 വർഷത്തോളം സർക്കാരിന്റെ കൈവശമായിരുന്നു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതിനുശേഷം വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ അനുബന്ധ രേഖകളടക്കം പൂർണ്ണമായ റിപ്പോർട്ടിന്റെ പകർപ്പാണ് സർക്കാർ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതി പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഇരകളുടെ മൊഴികളിൽ മേൽ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെയാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത്. സെപ്റ്റംബർ 10 മുമ്പ് റിപ്പോർട്ട് കൈമാറണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിന് പുറമെ മൊഴിപ്പകർപ്പുകളടക്കം മുഴുവൻ വിവരങ്ങളും നൽകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ സ്വീകരിച്ച നടപടികൾ, പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങളടക്കം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം.